Good morning, all. Today we are discussing about a new topic, Articles of Association. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, അതുപോലെ അതിൻ്റെ ആൾട്ടറേഷൻ ഓഫ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ വരെയായിരുന്നു. ഡോക്യുമെൻറ്റ്സ് ഓഫ് കമ്പനീസിൽ രണ്ടാമത് വരുന്ന ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. Articles of Association is the second important document to be filed with the registrar for the registration of the company. ഒരു കമ്പനി രജിസ്ട്രാർക്ക് മുന്നേ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ വരുന്ന സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതായത് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ കഴിഞ്ഞ് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ വരുന്നത്. The articles of association of a company are its bylaws or rules and regulations that govern the management of its internal affairs and conduct of its business. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഇൻറ്റേർണൽ അഫെയർസിനെയും അതുപോലെ ബിസിനസ്സിൻ്റെ കണ്ടക്റ്റിനെയും കുറിച്ചിട്ടുള്ള ബൈലോസും അതുപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഗവേൺ ചെയ്യുന്നതിനെയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതായത് കമ്പനിയിലെ ഇൻറ്റേർണൽ അഫെയർസ് ആയിട്ടുള്ള ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഇൻറ്റേർണൽ അഫെയർസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ബൈലോസും അതുപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ഇൻറ്റേർണൽ അഫെയർസും അതുപോലെ ബിസിനസ്സിൻ്റെ കണ്ടക്റ്റും ഗവേൺ ചെയ്യുന്നത്, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ദ ആർട്ടിക്കിൾസ് റെഗുലേറ്റ്സ് ദി ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നതാണ് ഇത് റെഗുലേറ്റ് ചെയ്യാണ്, എന്ന് വെച്ചാൽ നിയന്ത്രിക്കുകയാണ് ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് നിയന്ത്രിക്കുന്ന ഒരു ഡോക്യുമെൻറ്റും കൂടിയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് പോലെ പ്രവർത്തിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കമ്പനിയിൽ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് പോലെയുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. ഇനി ഈ ഒരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്തൊക്കെ മാറ്റേഴ്സാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്? ഫസ്റ്റ് പറയുകയാണെങ്കിൽ മേക്കിംഗ് ഓഫ് കാൾസിൻ്റെ അഡ്വാൻസ്, അതുപോലെയുള്ള കാൾസിൻ്റെ മേക്കിംഗ്, അതുപോലെ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഫോർഫീച്ചർ നടത്തുകയാണെങ്കിൽ ഡയറക്ടേഴ്സ് ക്വാളിഫിക്കേഷൻ, അതായത് കമ്പനിയിലെ ഡയറക്ടേഴ്സിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ ഡീൽ ചെയ്യുന്നത് ഈ ഒരു ഡോക്യുമെൻറ്റിൽ തന്നെയാണ്. അതുപോലെ അപ്പോയിൻമെൻറ്റ്, പുതിയ മെമ്പേഴ്സിനൊക്കെ അപ്പോയിൻമെൻറ്റ് നടത്തുമ്പോൾ പോലെ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റേഴ്സിൻ്റെ പവേഴ്സ്, അയാളുടെ റൈറ്റും കാര്യങ്ങളും, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് ഉള്ളത് ആ ഡീറ്റെയിൽസ്. പിന്നെ പറയുന്നതാണ് പ്രൊസീജിയർ ഓഫ് ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സിൻ്റെ ഒക്കെ ട്രാൻസ്ഫർ, അതുപോലെ ട്രാൻസ്മിഷൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും, ഇത്രയും കാര്യങ്ങൾ ഇൻറ്റേർണൽ അഫെയർസിൽ വരുന്നതാണ്. ആർട്ടിക്കിൾസ് ഡീൽ ചെയ്യുന്ന മാറ്റേഴ്സാണ് ഇത്രയും കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ ഡെഫിനിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ജസ്റ്റിസ് ചാൾസ് വർത്ത് പറയുന്നതാണ്, ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഈസ് എ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് റെഗുലേറ്റിംഗ് ദി റൈറ്റ്സ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി. ഈ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ അവകാശങ്ങൾ, റൈറ്റ്സ് റെഗുലേറ്റ് ചെയ്യുക, നിയന്ത്രിക്കുക. എമംഗ് ദംസെൽസ് ആൻഡ് ദി മാനർ ഇൻ വിച്ച് ദി ബിസിനസ് ഓഫ് ദി കമ്പനി ഷാൾ ബി കണ്ടക്റ്റഡ്. പിന്നെ എങ്ങനെയാണ് ബിസിനസ് കണ്ടക്റ്റ് ചെയ്യുന്നത്, ഏത് മാനർ പ്രകാരമാണ് ബിസിനസ് കണ്ടക്റ്റ് ചെയ്യുന്നത്, അതിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്നാണ് ജസ്റ്റിസ് ചാൾസ് വർത്ത് പറയുന്നത്. ഇനി കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 2(5) ഓഫ് ദി കമ്പനീസ് ആക്ട്, ആർട്ടിക്കിൾസ് മീൻസ്, ഇതിൽ ആർട്ടിക്കിൾസിനെ കുറിച്ചിട്ടാണ് ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. മീൻസ് ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് കമ്പനി. ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കമ്പനിയിലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. ആസ് ഒറിജിനലി ഫ്രെയിംഡ് ഓർ altered from time to time or applied in pursuance of any previous company law or of this act, that is the Act of 2013. അതായത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് കമ്പനി എന്ന് പറയുന്നത് ഒറിജിനലി ഫ്രെയിം ചെയ്യുന്നത് അല്ലെങ്കിൽ ആൾട്ടർ ഫ്രം ടൈം ടു ടൈം, എപ്പോൾ വേണമെങ്കിലും ആൾട്ടർ ചെയ്യാൻ പറ്റുക, ഓർ അപ്ലൈഡ് ഇൻ പെർസ്യൂവൻസ്, അതായത് പ്രീവിയസ് കമ്പനി ലോയിലൊക്കെ അനുസരിച്ചിട്ട് അതിന് പിന്തുടർച്ചയായിട്ട് അതൊക്കെ അപ്ലൈ ചെയ്യുക. കമ്പനി ലോ എങ്ങനെയാണ് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ കമ്പനി ആക്ട് 2013 പ്രകാരമുള്ള കാര്യങ്ങളും അനുസരിച്ചിട്ട് കൊണ്ടുപോകുന്നൊരു ഡോക്യുമെൻ്റ് ആണ് ആർട്ടിക്കിൾസ് എന്നാണ് കമ്പനി ലോ പ്രകാരം പറയുന്നത്. സെക്ഷൻ 2(5) പ്രകാരം ഇതെന്ന് പറയുന്നത് ഒറിജിനലി ഫ്രെയിം ചെയ്യുന്നത് പോലെ എപ്പോൾ വേണമെങ്കിലും ആൾട്ടർ ചെയ്യാൻ പറ്റും.
പിന്നെ പ്രീവിയസ് കമ്പനി ലോയോ അല്ലെങ്കിൽ 2013 ആക്ട് പ്രകാരമോ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പനിയിലെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഈ രജിസ്ട്രേഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ രജിസ്ട്രേഷനിൽ സെക്ഷൻ 7(1) ഇതിനെക്കുറിച്ച് പറയുന്നത്. അറ്റ് ദി ടൈം ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി ദേ ഷാൽ ബി ഫയൽഡ് വിത്ത് ദി രജിസ്ട്രാർ വിത്ത് വാസ് jurisdiction the registered office of the company is proposed to be situated. The memorandum and articles of the company duly signed by all the subscribers to the memorandum in the prescribed manner. അതായത് ഇൻകോർപ്പറേഷൻ്റെ ടൈമിൽ തന്നെ ഇതെന്ത് ചെയ്യണം, രജിസ്ട്രാർക്ക് മുന്നേ ഈ ഒരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഫയൽ ചെയ്യണം. രജിസ്റ്റർ ഓഫീസിൽ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് മെമ്മറാൻഡം ആർട്ടിക്കിൾസും എല്ലാ സബ്സ്ക്രൈബേഴ്സും മെമ്മറാൻഡത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സും സൈൻ ചെയ്തിട്ട് ഈ ആർട്ടിക്കിൾസും മെമ്മറാൻഡം തന്നെ ഇൻകോർപ്പറേഷൻ്റെ ടൈമിൽ രജിസ്ട്രാർക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ എവറി ടൈപ്പ് ഓഫ് കമ്പനി ഒന്നെങ്കിൽ പബ്ലിക് അല്ലെങ്കിൽ പ്രൈവറ്റ് ആവാം, അല്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ഷെയർസ് ആയിരിക്കും, അല്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, പിന്നെ ഹാവിങ് എ ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ നോട്ട് ഹാവിങ് എ ഷെയർ ക്യാപിറ്റൽ, അല്ലെങ്കിൽ ലിമിറ്റഡ് കമ്പനി ആവാം. അപ്പോൾ എവറി ടൈപ്പ് ഓഫ് കമ്പനി മസ്റ്റ് രജിസ്റ്റർ ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. എല്ലാ ടൈപ്പ് ഓഫ് കമ്പനീസും അവരെന്ത് ചെയ്യണം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് രജിസ്ട്രേഷനിൽ പറയുന്നത്. അത് എല്ലാ മെമ്പേഴ്സും എല്ലാ സബ്സ്ക്രൈബേഴ്സും ഡ്യൂലി സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ മെയിൻ ഇമ്പോർട്ടൻ്റ് എന്തൊക്കെയാണ്? അതായത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് കമ്പനി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ബിസിനസ് ഡോക്യുമെൻ്റ് ദാറ്റ് പ്രൊവൈഡ്സ് ഫോർ റെഗുലേഷൻ ടു മാനേജ് ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനി. അതായത് കമ്പനിയിലെ എല്ലാ അഫയേഴ്സും കമ്പനിയുടെ ഇൻറ്റേർണൽ അഫയേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതിന് റെഗുലേറ്റ് ചെയ്യുക, റെഗുലേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. റെഗുലേഷൻ പറഞ്ഞ ഒരു നിയന്ത്രണം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്. ഈ ഒരു ഡോക്യുമെൻറ്റിൽ എന്തുണ്ടായിരിക്കണം, ഇപ്പോൾ കാൾസ് നടത്തുകയാണെങ്കിൽ അതെങ്ങനെ നടത്തണം, നടത്തണ്ട, എത്ര കോൾസ് വരെ വിളിക്കാം, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അതാണ് ഒരു റെഗുലേഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻസ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ബിറ്റ്വീൻ ദി ഷെയർ ഹോൾഡർ ആൻഡ് ദി കമ്പനി. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് തമ്മിലുള്ള എഗ്രിമെൻറ്റും അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ ആൻഡ് കമ്പനിയും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ്. ഇനി ഇറ്റ് ഷുഡ് നോട്ട് ബി അഗൈൻസ്റ്റ് ദി പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട്. ഈ ആർട്ടിക്കിൾസ് ഒരിക്കലും എന്താവരുത്, കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻസിനൊന്നും എതിരാവരുത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇറ്റ് എസ്റ്റാബ്ലിഷസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി എംപ്ലോയീസ് ഓഫ് ദി കമ്പനി ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലാണ് കമ്പനിയും കമ്പനിയിലെ മെമ്പേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഈ ഒരു ഡോക്യുമെൻ്റ് പ്രകാരമാണ്. അതായത് ഒരു കമ്പനിയുടെ ഏറ്റവും ജനറൽ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾസിൽ ഒരിക്കലും കമ്പനി ലോ പ്രകാരം അതിൻ്റെ പ്രൊവിഷൻസിനൊന്നും വോയിലേറ്റ് ചെയ്യാനോ അവരുടെ ക്ലോസിനൊന്നും മെമ്മറാൻഡത്തിനൊന്നും എതിരായിട്ടൊന്നും പ്രവർത്തിക്കാനൊന്നും ആർട്ടിക്കിൾസിന് പറ്റില്ല. അതായത് കമ്പനീസ് ആക്ടിൻ്റെയോ അല്ലെങ്കിൽ മെമ്മറാൻഡത്തിൻ്റെയൊക്കെ പ്രൊവിഷൻസിനൊന്നും എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ആർട്ടിക്കിൾസിൻ്റെ പോയിൻ്റ് ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല. Similarly, the articles must be in accordance with the general law of the country and public policy. അതായത് പബ്ലിക് പോളിസിക്കും കൺട്രിയിലെ നമ്മുടെ രാജ്യത്തിൻ്റെ ജനറൽ ആയിട്ടുള്ള നിയമങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട് വേണം ആർട്ടിക്കിൾസിൻ്റെ ഓരോ കാര്യങ്ങളും റൂൾസും റെഗുലേഷൻസും നടത്താൻ വേണ്ടിയിട്ട്, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷനും അതുപോലെ കമ്പനിയുടെ മാനേജ്മെൻറ്റിനും തമ്മിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തിട്ട് വേണം ആർട്ടിക്കിൾസിൻ്റെ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനിയിലും ഔട്ട്സൈഡ് വേൾഡും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി അതുപോലെ അവരുടെ മെമ്പേഴ്സ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ കീപ്പ് ചെയ്യുന്നത്, ആർട്ടിക്കിൾസിൽ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആർട്ടിക്കിൾസിനെ മറികടന്നിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഫോം ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അതായത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ ഫോംസ് എങ്ങനെയൊക്കെയാണ്? According to section 5(1),
The articles of a company shall contain the rule or regulations for management of the company. സെക്ഷൻ 5(1) ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ്, കമ്പനിയുടെ മാനേജ്മെൻറ്റ് എല്ലാ റെഗുലേഷൻസും കണ്ടെയ്ൻ ചെയ്യുന്നൊരു ഡോക്യുമെൻ്റാണ്. ഈ ആർട്ടിക്കിൾസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഇനി ഇതിൻ്റെ ഫോംസ് എങ്ങനെയൊക്കെയാണ്, അതായത് ടേബിൾ FGHIJ ആയിട്ടാണ് കമ്പനി ഫോംസ് ആർട്ടിക്കിൾസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് സെക്ഷൻ 5B പ്രകാരം. ഷെഡ്യൂൾ 1 സെക്ഷൻ 5B പ്രകാരമാണ് ഈ ഒരു ഫോം, ഈ ഒരു ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ ടേബിൾ Fൽ പറയുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിൻ്റെയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ടേബിൾ Fൽ ലിമിറ്റഡ് ബൈ ഷെയർസ്, അതായത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള കമ്പനീസിൻ്റെയൊക്കെ ടേബിൾ Fലായിരിക്കും അതിൻ്റെ ഫോം എന്ന് പറയുന്നത്. ടേബിൾ Gയിലാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. ഗ്യാരണ്ടിയിൽ ഷെയർ ക്യാപിറ്റലുള്ള കമ്പനീസിൻ്റെ ഫോമാണ് ടേബിൾ G എന്ന് പറയുന്നത്. ടേബിൾ H ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി കമ്പനികളുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ് ടേബിൾ Hൽ. ടേബിൾ Iൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ആൻ അൺലിമിറ്റഡ് കമ്പനി ആൻഡ് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലുള്ള അൺലിമിറ്റഡ് കമ്പനിയുടെയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ടേബിൾ Iൽ. ടേബിൾ J പ്രകാരം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ആൻ അൺലിമിറ്റഡ് കമ്പനി ആൻഡ് നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത അൺലിമിറ്റഡ് കമ്പനിയുടെയാണ് ടേബിൾ Jയിൽ പറയുന്നത്. അപ്പോൾ കമ്പനി മേ അഡോപ്റ്റ് ഓൾ ഓർ എനി ഓഫ് ദി റെഗുലേഷൻസ് കണ്ടെയ്ൻ ഇൻ ദിസ് മോഡൽ ആർട്ടിക്കിൾസ് അപ്ലിക്കബിൾ ടു സച്ച് കമ്പനി. അതായത് ഇതിൽ ഏത് മോഡലും ഏത് റെഗുലേഷനും കമ്പനിക്ക് അഡോപ്റ്റ് ചെയ്യാം. ഒന്നെങ്കിൽ എല്ലാ റെഗുലേഷനും ഏത് കമ്പനി വെച്ചാൽ ആ ഫോമിനനുസരിച്ചിട്ടായിരിക്കും ഇവിടെ റെഗുലേഷൻസ് അഡോപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് കണ്ടൻസ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എന്തൊക്കെയാണ് കണ്ടൻസ്, അതിൻ്റെ എന്തൊക്കെ പ്രൊവിഷനാണ് ആർട്ടിക്കിൾസുമായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള മാറ്റേഴ്സ്, അതിൻ്റെ ഉള്ളടക്കം എന്തൊക്കെയാണ്. അപ്പോൾ ആർട്ടിക്കിൾസിൽ കുറേ കണ്ടൻസ് ഉണ്ട്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ദ ബിസിനസ് ഓഫ് ദി കമ്പനി ബിസിനസ്, അതിൻ്റെ എക്സിക്യൂഷൻ ഓർ അഡോപ്ഷൻ ഓഫ് പ്രിലിമിനറി കോൺട്രാക്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ കണ്ടൻസിൽ ഫസ്റ്റ് വരുന്നതാണ് ബിസിനസ് ഓഫ് ദി കമ്പനിയുടെ ബിസിനസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വരും. അതുപോലെ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഇറ്റ്സ് ഡിവിഷൻ ഇൻ ടു ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഷെയർസ്. ഷെയർ ക്യാപിറ്റലും അതുപോലെ ഷെയർസിൻ്റെ ഡിവിഷനും അതെങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ക്ലാസ്സിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ആ ഡിവിഷനും. നെക്സ്റ്റ് പറയുന്നതാണ് എക്സിക്യൂഷൻ ഓർ അഡോപ്ഷൻ ഓഫ് പ്രിലിമിനറി എഗ്രിമെൻറ്റ്സ്, അതായത് എഗ്രിമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും, അതിൻ്റെ നടത്തിപ്പും അതുപോലെ അതെങ്ങനെയാണ് അഡോപ്റ്റ് ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ ഈ ഒരു ആർട്ടിക്കിൾസിൽ വരുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസിൻ്റെ അലോട്ട്മെൻറ്റ്. നെക്സ്റ്റ് ലീൻ ഓൺ ഷെയർസ്, ഇത് ലോയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ലീൻ ഓൺ ഷെയർസ് എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ അതും ആർട്ടിക്കിൾസിൻ്റെ ഒരു കണ്ടൻ്റ് ആണ്. ഇനി കാൾസ് ഓൺ ഷെയർ കോളൊക്കെ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ആ കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിൽ വരുന്നത് തന്നെയാണ്. പിന്നെ ഫോർഫീച്ചർ ഓഫ് ഷെയറിൻ്റെ ഫോർഫീച്ചർ, അതുപോലെ ഇഷ്യൂ ഓഫ് ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്, അതുപോലെ ഷെയർ വാറൻറ്റി ഇഷ്യൂ ചെയ്യുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് ഇതും പഠിക്കാനുണ്ട്. അതുപോലെ ആൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ എങ്ങനെയൊക്കെ ആൾട്ടർ ചെയ്യാൻ പറ്റും. പിന്നെ ബോറോയിങ് പവർ ഓഫ് ദി കമ്പനിയുടെ എന്തൊക്കെയാണ് അവരുടെ ബോറോയിങ് ആയിട്ടുള്ള പവേഴ്സ്. പിന്നെ പറയുന്നതാണ് റൂൾസ് റിഗാർഡിങ് മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ. പിന്നെ വോട്ടിംഗ് റൈറ്റ്സ് ഓഫ് മെമ്പേഴ്സിൻ്റെ വോട്ടിംഗ് റൈറ്റ്. പിന്നെ നോട്ടീസ് ടു മെമ്പേഴ്സിന് നോട്ടീസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ ഡിവിഡൻഡ് ആൻഡ് റിസേർവ്സും ഡിവിഡൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നതും. അതുപോലെ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റും അക്കൗണ്ട്സും കാര്യങ്ങൾ. പിന്നെ ആർബിട്രേഷൻ പ്രൊവിഷൻ ഇഫ് എനി, ആർബിട്രേഷൻ പ്രൊവിഷനൊക്കെ. അതുപോലെ ഡയറക്ടേഴ്സ് ആൻഡ് ദെയർ അപ്പോയിൻമെൻറ്റ്, ഡയറക്ടേഴ്സും അവരുടെ അപ്പോയിൻമെൻറ്റ്. പിന്നെ വരുന്നതാണ് കമ്പനിയുടെ സീല് വരുന്നുണ്ട്. അതുപോലെ ഡിവിഡൻഡ് ആൻഡ് റിസേർവ്സ് വരുന്നുണ്ട്.
പിന്നെ ബുക്ക് ഓഫ് അക്കൗണ്ട് അത് പറഞ്ഞു. പിന്നെ വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനിയുടെ വൈൻഡിങ് അപ്പ് വരുന്നുണ്ട്. പിന്നെ ഇൻറ്റമിനിറ്റി വരുന്നുണ്ട്. പിന്നെ അപ്പോയിൻമെൻറ്റും ടേംസ് ആൻഡ് റെമുനറേഷൻ ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മാനേജർ, കമ്പനി സെക്രട്ടറി ഓർ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, അതൊക്കെ ഇതിൻ്റെ കണ്ടൻറ്റിൽ വരുന്നതാണ്. മൊത്തം 25 കണ്ടൻ്റാണ് ഉള്ളത്. അതിൽ 20 കണ്ടൻ്റാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഇൻറ്റേർണൽ അഫയേഴ്സിനെ മാനേജ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ്. അതിൽ വരുന്ന കണ്ടൻസുകളാണ് ഇത്രയും കാര്യങ്ങൾ. ഇതൊക്കെ കമ്പനിയുടെ ഇൻറ്റേർണൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ.